ഹലോ എവരിവൺ. അപ്പോൾ 2024 ഡിസംബർ സൈക്കിളിൽ കൊമേഴ്സിൽ നെറ്റ് നേടിയിട്ടുള്ള ആതിരയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെ സംസ്കൃതിയുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആതിരയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അപ്പോൾ ഏത് രീതിയിലാണ് പഠിച്ചത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആതിര ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹലോ, ഐ ആം ആതിര. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ ടേം സൈക്കിളില് UGC നെറ്റ് കൊമേഴ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാൻ MCOM ആയിരുന്നു, MCOM ഫിനാൻസ് ആയിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആതിരയുടെ പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു, ഏത് രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഏത് രീതിയിൽ ഉപകാരപ്പെട്ടു ആ കാര്യങ്ങളൊന്ന് പറഞ്ഞോളൂ. ഓക്കെ സാർ, ഞാൻ 2023 മുതലാണ് നെറ്റ് എക്സാം എഴുതി തുടങ്ങിയത്. കാരണം ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ എനിക്ക് എന്താണ് നെറ്റ് എന്നോ അങ്ങനത്തെ വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണ് എക്സാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. കാരണം പുറത്തു നിന്നുള്ളവർ പറയുന്നേക്കാൾ സ്വന്തമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് എങ്കിലാണ് നമുക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി അറിയാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പം ഓഫ്കോഴ്സ് അറിയായിരുന്നു കിട്ടത്തൊന്നുമില്ല. കാരണം സിലബസ് പോലും അത്യാവശ്യം നല്ലപോലെ അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയായിരുന്നു. നെറ്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ആ ഒരു എക്സാം എഴുതിയപ്പോൾ എങ്ങനെയാണ് എക്സാം എന്നുള്ള മനസ്സിലായി. കാരണം ചുമ്മാ പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ഒന്നും അല്ല. അത്യാവശ്യം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചെന്ന് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആണ് അടുത്ത സൈക്കിൾ എഴുതിയായിരുന്നു. അടുത്ത സൈക്കിൾ എഴുതാൻ മുമ്പായിട്ട് ഞാനൊരു മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മെറ്റീരിയൽ, വലിയ ഇതൊന്നും ഇല്ല, ഒരു മെറ്റീരിയൽ മേടിച്ചു. പിന്നെ നമ്മുടെ ഡിഗ്രിയുടെയും PGയുടെയും ഒക്കെ ടെക്സ്റ്റ് ബുക്സ് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച് അപ്പോൾ എക്സാം എഴുതിയപ്പോൾ ഫസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ചെന്ന് എഴുതിയതിനേക്കാളും എന്റെ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. റിസൾട്ടിൽ ചേഞ്ച് ഒന്നും നെറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, വലിയ മാർക്സ് ഒന്നും ഇല്ല. പക്ഷെ ഒരുവിധം പ്രതീക്ഷയായി. കാരണം പഠിച്ചെഴുതിയപ്പോ ഇത്രയെങ്കിലും കിട്ടിയല്ലോ. കാരണം പ്രതീക്ഷയായി. എങ്ങനെ നല്ലപോലെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായി. അത് ഏകദേശം PG കഴിയാറായ ടൈമിലായിരുന്നു അടുത്ത സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും നെറ്റ് നേടണം. എന്റെ എയിം എന്ന് പറയുന്നത് തന്നെ കോളേജ് ടീച്ചിങ്, JRF എടുക്കണം, PhD ചെയ്യണം, അതൊക്കെയായിരുന്നു. അപ്പം അതിനെന്തായാലും നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വർക്ക് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ഇതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ PG കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതുണ്ടായിരുന്നു. ദെൻ രണ്ടാമത്തെ എക്സാമും കൂടെ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരുവിധം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇനി എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഇത് കിട്ടി. അന്ന് മുതലാണ് ഞാൻ സംസ്കൃതിയുടെ യൂട്യൂബ് ചാനൽ, എനിക്ക് അങ്ങനെ ഓരോ വേസ് നമ്മൾ നോക്കിയപ്പോഴാണ് യൂട്യൂബ് ചാനൽ കണ്ടത്. അപ്പം സംഭവം അത് മുതലാണ് എനിക്ക് എങ്ങനെയാണ് എക്സാം എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ് ടു ഡേറ്റ് നമ്മൾ എന്ത് കാര്യമായാലും നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം, എങ്ങനെ നമ്മൾ തുടങ്ങണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വരെ കിട്ടിയതാണ്. കാരണം ഇവിടെ ബേസ് മുതലുള്ള കാര്യങ്ങൾ സാറിന്റെ യൂട്യൂബ് ചാനൽ തന്നെ വീഡിയോസ് നോക്കി അറിയാം ഉണ്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് തന്നെ. അപ്പം അതൊക്കെ നോക്കി അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ഭയങ്കര പ്രതീക്ഷയോടെ എഴുതിയതായിരുന്നു, എങ്ങനെയും കിട്ടണം എന്നുള്ള. അത് ആ ടൈം ആയിരുന്നു OMR ആയത്, എക്സാം OMR ജൂണില്. ആ ടൈം. അതെ, അത് നല്ലൊരു എക്സാം ആയിരുന്നു. നല്ലൊരു എക്സാം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റി. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. നല്ല രീതിയിൽ, കാരണം JRF വരെ മനസ്സുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്ക് നല്ല ഒരു എക്സാം ആയിരുന്നു. പിറ്റേ ദിവസമായപ്പോ എക്സാം ക്യാൻസൽ ചെയ്തു. അതോടുകൂടി ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ആയിപ്പോ. കാരണം ഇത്രയും നല്ലപോലെ പ്രതീക്ഷിച്ച് എക്സാം എഴുതി. കാരണം എല്ലാവരും PG കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോബിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ നെറ്റ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം ആയപ്പോ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ആ എക്സാം ക്യാൻസൽ ചെയ്തപ്പോ ഉള്ള എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയൊരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ 2-3 ദിവസം ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇനി എന്ത് ചെയ്യും? കാരണം ആ എക്സാം ക്യാൻസൽ ചെയ്തു, ഒരാഴ്ച ആ പിറ്റേ ദിവസം ഓക്കെ എക്സാം ക്യാൻസൽ ചെയ്തു, ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു അറിവും കിട്ടുന്നില്ല. കുറെ ദിവസം അങ്ങനെ പോകുന്നുണ്ട്, ഇനി എന്തെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഫുൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. കാരണം എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി എക്സാം ക്യാൻസൽ ചെയ്തു. അത് ഇപ്പൊ എക്സാം അത്യാവശ്യം ടഫായിരുന്നെങ്കിൽ നല്ലോണം എഴുതാൻ പറ്റി, പിന്നീട് അത് മാറ്റി വെച്ചു. അതെ, അങ്ങനത്തെ ഭയങ്കര ഒരു ഇതിലിരുന്നപ്പോ ആണ് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്, ഇനി സെപ്റ്റംബറിലാണ് ആ ഒരു ക്യാൻസൽ ചെയ്ത എക്സാം നടന്നതെന്നുള്ള. അപ്പം അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒരിടത്ത് വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു, അക്കൗണ്ട്സിന്റെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ. അപ്പം
അങ്ങനത്തെ ഒരു ഇതിൽ നിന്നപ്പോണ് വീണ്ടും സെപ്റ്റംബറിൽ എക്സാം ഉണ്ട് എന്ന് അറിഞ്ഞത്. അപ്പം വീണ്ടും എങ്ങനെയും പഠിക്കണം, പഠിച്ച്, കാരണം ഒരു തവണ കൈന്റെ അടുത്തെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയതാണ്. വീണ്ടും പഠിക്കണം എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതിയപ്പോ തന്നെ അത് അഡ്മിഷൻ ടു PhD ആണ് ക്വാളിഫൈ ചെയ്തത്. ആ ക്യാൻസൽ ചെയ്ത എക്സാം വീണ്ടും എഴുതിയപ്പോൾ അഡ്മിഷൻ ടു PhD ആണ് ക്വാളിഫൈ ചെയ്തത്. അത് ജസ്റ്റ് ഒരു 4 മാർക്സിന്റെ ഡിഫറൻസിലാണ് എനിക്ക് അന്ന് നെറ്റ് പോയത്. 4 or 6 മാർക്സിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് അന്ന് നെറ്റ് പോയത്. അപ്പം സംഭവം ഒരു ഇച്ചിരി സങ്കടം ഉണ്ടെങ്കിലും ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം ഇത്രയും നാൾ എഴുതിയിട്ട് ഒന്നും കിട്ടാതെ അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. ഒരു 6 മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ പോയത്. പിന്നെ ഇനി എന്തായാലും അടുത്ത തവണ അച്ചീവ് ചെയ്യണം എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ റിസൾട്ട് വന്നത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് എഴുതിയത്. അങ്ങനെയാണ് സംസ്കൃതിയിൽ വന്ന് ജോയിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ നവംബർ ഫസ്റ്റ് വീക്കാണ് ഞാൻ സാറിനെ വിളിച്ചതും ഞാൻ ക്ലാസ്സിന് കയറിയതും ഒക്കെ. പക്ഷെ ഈ അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്ത് ആ ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ള എക്സാം ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും യൂട്യൂബില് ഇപ്പൊ ചാനലിൽ തന്നെ നമ്മുടെ PYQs കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സസ് കുറെ ഡൗട്ട്സ് ഉള്ള പോർഷൻസ് കറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ക്ലാസ് കാണും അതിന്റെ അകത്ത്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ വെച്ച് അപ്പം ആ ഒരു ഇത് അഡ്മിഷൻ ടു PhD വരെ ക്വാളിഫൈ ചെയ്തപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ തന്നെ ക്ലാസ്സിന് കയറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ സാറിനെ വിളിക്കുന്നതും ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതും ഒക്കെ. പക്ഷെ അതായിരുന്നു സത്യം പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതിന് കുറെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ പഠിക്കുന്ന രീതികൾ കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യണം. നമ്മള് ഈ എല്ലാ സബ്ജക്ട്സും നമ്മള് PGക്കും നമ്മൾ UGക്കായാലും നമ്മള് സബ്ജക്ട്സ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകും ആ ഒരു ടൈം. പക്ഷെ നമ്മൾ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വായിച്ചു പോവുകയല്ല, എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് MCQs ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഭയങ്കര ട്വിസ്റ്റ് ചെയ്താണ് കാരണം ട്വിസ്റ്റ് ചെയ്താൽ ചോദിക്കും, നമുക്ക് ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ പഠിച്ച സംഭവം തന്നെയായിരിക്കും അതിനൊന്ന് ഇത്തിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് MCQs നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടെ ക്ലാസ്സിന് കയറിയപ്പോൾ കാരണം കുറെ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. മോക്ക് ടെസ്റ്റുകൾ കുറെ ഉണ്ടായിരുന്നു, അത് കുറെ ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ ഫസ്റ്റ് പേപ്പറിന്റെ സെക്കൻഡ് പേപ്പറിന്റെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഫുൾ കറക്റ്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞ സാറ് എന്നും ഒരു 2-3 റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നും സെൻഡ് ചെയ്യുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ. നമ്മൾ എത്രയൊക്കെ വൊക്കാബുലറി കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് സ്കോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 10-30 മാർക്ക് നമുക്ക് കിട്ടുകയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. 30 മാർക്ക് കിട്ടുകയാണ് അവിടെ. അത് ഭയങ്കര ഉപയോഗമായിരുന്നു. കാരണം നമുക്കറിയാം നെറ്റ് എക്സാമിന് ടൈം ഭയങ്കര നമുക്ക് തികയത്തില്ല. അപ്പം ഈ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ടൈം ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി ഇപ്പൊ എഴുതിയ എക്സാം. കാരണം ഇത്രയും നാളെ ഞാൻ ഇപ്പം 4ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് നെറ്റ് കിട്ടിയത്. ഫസ്റ്റ് അറ്റംപ്റ്റ് പഠിക്കാതെ പോയി എഴുതിയത്, 2 അറ്റംപ്റ്റ് അത്യാവശ്യം ഒരുവിധം പ്രിപ്പയർ ചെയ്ത് പോയത്. ആ ടൈമിലൊക്കെ എനിക്ക് ടൈം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു, ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ടെൻഷൻ, അയ്യോ ഇനി ടൈം ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഇനി അത് ചെയ്യണം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വായിക്കാൻ പറ്റാതെ ടൈം എങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ടൈം ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇവിടെ പ്രാക്ടീസ് വഴി നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടി വിളിച്ചപ്പോൾ ആദ്യം അതാണ് പറഞ്ഞത്, എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് അതാണ് പറഞ്ഞത്, സാർ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അതായിരുന്നു സന്തോഷം. കാരണം നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഇത് ഇത്രയും കറക്റ്റ് ആണ് എന്ന് നമ്മളെ മനസ്സിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ സാറിന് മെസ്സേജ് സാറേ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത് ആ ഒരു പ്രാക്ടീസ്. ഇനിയിപ്പോ അടുത്തത് JRF ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് JRF ആണ്. ഇത്തവണ നമ്മൾ നേരത്തെ തന്നെ ചോദ്യങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒരു കുറച്ച് മാച്ച് ഫോളോയിങ് ചോദ്യങ്ങളൊക്കെ ക്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും നമ്മൾ തുടങ്ങി. ഇനിയിപ്പം അതാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അത്തരം ചോദ്യങ്ങൾ വരുന്നതും നമുക്ക് മനസ്സിലാവില്ല. കുറേ പഠിച്ചാലല്ലേ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ചോദ്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ JRFലേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു 210 മാർക്കെങ്കിലും നമുക്ക് വേണ്ടി വരും അടുത്ത തവണ. അപ്പോൾ 210 എന്ന് പറഞ്ഞാൽ 300-ൽ 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല മാർക്കായി. മുമ്പെയൊക്കെ ഇത്ര വേണ്ടിയിരുന്നില്ല.
അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാർക്ക് കൂടുമ്പം ഈ പേഴ്സൻറ്റേജ് കൂടുന്നില്ലല്ലോ. നെറ്റ് എക്സാം ഇവർ കൊടുക്കുന്ന പേഴ്സൻറ്റേജ്, JRF കൊടുക്കുന്ന പേഴ്സൻറ്റേജ് കഴിഞ്ഞ തവണ 0.72 ആണ്, ഇത്തവണയും അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂ. ഒരു കുറച്ച് സ്റ്റുഡൻസിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ JRFിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് 210 നമുക്ക് ഇത്തവണ JRF കിട്ടിയ, ഇപ്പോൾ മാനേജ്മെൻറ്റിലും കൊമേഴ്സിലൊക്കെ JRF കിട്ടിയവർക്കൊക്കെ 220 കൂടുതലാണ് മാർക്ക്. ഇപ്പോൾ മാനേജ്മെൻറ്റിലാണെങ്കിൽ 238 എങ്ങാനാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് ചെയ്യണം. അവർ കുറച്ച് നോമ്പായത് കൊണ്ടൊക്കെ പലരും ബിസിയാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു മാസമല്ലേ, അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനിയിപ്പോൾ JRFിലേക്ക് അടുത്ത തവണ നമുക്ക് JRFിൻ്റെത് ചെയ്യണം, ഷുവറായിട്ട് ഉണ്ടാവണം. മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലർ എന്താണെന്ന് പറയുക, നെറ്റ് കഴിഞ്ഞ് JRFിലേക്ക് എത്താനുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത്, നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവും. ആ റിലാക്സ് ആണ്, നമ്മളൊരു കംഫർട്ട് ആവും. ആ റിലാക്സ് ആണ് നമ്മളെ അടുത്ത, അല്ലെങ്കിൽ ഓക്കെ ഞാൻ റെഡിയാണ്, ഇനി ഞാൻ കുറച്ചും കൂടെ മാർക്ക് 30 സ്കോർ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഒരു 20 സ്കോർ ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക, പുറകോട്ട് പോവുക. അപ്പോൾ അത് ഉണ്ടാവരുത്. നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മോർണിംഗിലും ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തില്ലേ? പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാർ PYQ പ്രാക്ടീസിന്റെ കാര്യം പറയണം. PYQ കൊമേഴ്സിന്റെ PYQ പ്രാക്ടീസ് ഭയങ്കര ഹെൽപ്പ്. കാരണം എനിക്ക് പറയാം, അന്ന് നമ്മുടെ കൊമേഴ്സിന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും, കാരണം ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഡേറ്റിനായി ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒന്ന് ഇച്ചിരി ഉഴപ്പിയേനെ. കാരണം ഇനിയും ആ നോട്ട്, കാരണം ഇനിയും ടൈം ഉണ്ടല്ലോ, ഒന്ന് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. പക്ഷെ അത് കറക്റ്റ് ആ ഒരു ഡേറ്റിന് തന്നെ തീരണം. അതിന് PYQ പ്രാക്ടീസ് സെഷൻ തുടങ്ങിയായിരുന്നു നമ്മളെ ക്ലാസ്സിൽ. ആ ടൈമിലൊക്കെ തുടങ്ങിയാൽ തന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും, സാർ ഇപ്പം ക്ലാസ്സിലുള്ള എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. കാരണം എല്ലാവരും ഒരാൾ ഒരു ആൻസർ പറഞ്ഞാൽ അടുത്തുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പം അത് ബാക്കിയുള്ളവർക്ക് ഇപ്പം നമുക്കിനി അടുത്ത ആൻസേഴ്സ് പറയണം എന്നുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് PYQയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിനായിട്ട് വേറെ തന്നെ സൈറ്റ് നമ്മൾ എടുത്തത് ഈ കാരണം കൊണ്ടാണ്. അവിടെയും ചെയ്യാം, നമുക്ക് മിസ് പറഞ്ഞു തരുമ്പോൾ അത്ര മനസ്സിലാവുമല്ലോ. അത് ഭയങ്കര അതെ. അപ്പൊ എന്തായാലും അടുത്തത് JRF കിട്ടട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും സർട്ടിഫിക്കറ്റ് വരട്ടെ, നമുക്കൊന്ന് നേരിട്ട് കാണാം. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. പഠിക്കുന്നവർക്കൊരു ഒരു എനർജി ആവുമല്ലോ, ഒരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പൊ എന്തായാലും സന്തോഷം ആതിര സംസാരിച്ചതിൽ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇപ്പൊ അടുത്ത തവണ JRF കിട്ടട്ടെ. താങ്ക് യു.